മറ്റുള്ള ഫ്ലാറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് VM ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്താണ് ഉള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ പ്രോജക്റ്റുകളെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, പ്രോജക്റ്റുകളെല്ലാം പറയുന്ന ടൈമിൽ ഫിനിഷ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു അതിനകത്തൊരു ഇതില്ലാണ്ട് അത് വരില്ല, അതാണ് ചോദിച്ചത്. എന്താണ്? അല്ല, വർക്കേഴ്സിൻ്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ട്. എൻ്റെ ഫീൽഡിലുള്ള എല്ലാവരും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അതിനകത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹവും കുറച്ചുണ്ട്. ഓട്ടോമാറ്റിക്കലി എല്ലാം അങ്ങനെ തീർന്നു പോകുന്നു. പ്രശ്നങ്ങൾ കുറേ ഉണ്ടാവുന്നുണ്ട്, അത് സോൾവ് ചെയ്ത് പോകാനും പറ്റുന്നുണ്ട്. എല്ലാം അത്യാവശ്യം സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അവരുടെ ലീഡേഴ്സിനെ കാണുക, അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുക, പലതും എല്ലാ ലേബർ പ്രോബ്ലംസും സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പുതിയ പ്രോജക്റ്റിൽ ഫുൾ ഫർണിഷ്ഡ് ആണോ, എങ്ങനെയാണ്? ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വൈറ്റയിൽ ഫുൾ ഫർണിഷ്ഡ്. മൊത്തം എത്ര ഫ്ലാറ്റ് ഉണ്ട് അതിനകത്ത്? അതിൽ 11 ഫ്ലാറ്റ്. സാറിന് വലിയൊരു പ്രതീക്ഷയോടെ ആയിരിക്കും, കാരണം കഴിഞ്ഞ 2 വർഷം കണ്ടത്. കാരണം സ്മാർട്ട് സിറ്റി വരാൻ പോകുന്നത് വല്ലാർപാടം, പ്രത്യേകിച്ച് സാർ ഇരിക്കുന്ന ഏരിയ തന്നെ കാക്കനാടെന്ന് പറയുന്നത് കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ അറിയപ്പെടുന്ന സ്ഥലമായിട്ട് മാറിയതാണ്. പക്ഷേ ആ സാഹചര്യമൊക്കെ മാറി. സാർ എങ്ങനെയാണ് ഇതിനെ ഒരു ബിസിനസ് മാനായിട്ട് കാണുന്നത്? ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റി പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഫ്ലാറ്റുകൾക്കെല്ലാം റെൻറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ഫ്ലാറ്റുകളെല്ലാം റെൻറ്റിന് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ മുമ്പ് ഒരു കൊല്ലം മുമ്പ് റെൻറ്റഡ് ഹൗസ് കിട്ടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്ഷാമമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. റെൻറ്റും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി പോകുമെന്ന് പറഞ്ഞാൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കുറേ ആളുകൾ ബാക്കിലോട്ടും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫ്ലാറ്റുകൾക്ക് ഇപ്പോൾ കുറച്ച് മാന്യമാണ്. സ്മാർട്ട് സിറ്റി വന്നാൽ ഈ മാന്യം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു, കാക്കനാട് പ്രത്യേകിച്ചും. ഇപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആവശ്യമുള്ള ഒരാൾ സാറിൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ആ ഫ്ലാറ്റിന് ആവശ്യമുള്ള ആൾ, അതായത് ഉപഭോക്താവ്, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കും? അവർ മെയിൻ അവിടുത്തെ കൊതുകിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ വരുന്ന എല്ലാ ക്ലയൻസും ഫസ്റ്റ് ചോദിക്കുന്ന കൊതുകിൻ്റെ ശല്യം എങ്ങനെയുണ്ട്, ദെൻ വെള്ളത്തിൻ്റെ സൗകര്യമുണ്ടോ, പിന്നെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ടോ, അത്യാവശ്യം കുട്ടികൾ കളിക്കാനുള്ള എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ നോക്കുന്നത്. പിന്നെ ക്ലയൻസിന് ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ കോമൺ ഫണ്ട് കൂടാത്ത വിധത്തിലുള്ള, കാരണം മെയിൻ്റനൻസ് ഫീസ് അധികം കൂടരുത്, എന്നാൽ അത്യാവശ്യം സൗകര്യങ്ങൾ കിട്ടുകയും ചെയ്യണം. ഇതിന് പറ്റുന്ന ഫ്ലാറ്റുകളാണ് കൂടുതലും ജനങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങളുടെ VM കാസിലിൽ അത്യാവശ്യം വേറെ അധികം കോമൺ ഫണ്ട് കൂടാതെ മുതൽ ഒരു ജിംനേഷ്യം ഉണ്ട്, ഒരു ചെറിയ പാർക്കുണ്ട്, അപ്പുറമുള്ള 2-3 വീട്ടുകാർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട്, കിണർ വെള്ളമുണ്ട്, വാട്ടർ അതോറിറ്റിയുടെ വെള്ളവുമുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പുഴയുടെ തീരത്താണ്, ഒരു കാമൺ ക്വയറ്റാണ്, അവിടെ വേറെ ശല്യങ്ങളൊന്നുമില്ല, ഒതുങ്ങി താമസിക്കാം. അപ്പോൾ ജനങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ആരെയും ശല്യങ്ങളില്ലാതെ, പ്രത്യേകിച്ചും കള്ളന്മാരെയും അങ്ങനെയൊന്നുള്ള ശല്യങ്ങളിലാണ് സ്വസ്ഥമായിട്ട് നിൽക്കുക. അതാണ് കേരളീയ ജനത പൊതുവെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അതിനകത്ത് ഞാൻ ഒരു പ്രിഫറൻസ് കൊടുത്തു. എൻ്റെ VM കാസിലിൽ അങ്ങനെ ഒരു ഒതുങ്ങിയ പുഴയുടെ തീരത്തായിട്ട് അത്യാവശ്യം പാർക്കുമുണ്ട്, പാർക്കിംഗ് ഫെസിലിറ്റി, വെള്ളം, എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേറെ എന്താ വെച്ചാൽ ഇപ്പോൾ അവിടെ മൊത്തം താമസക്കാർ വന്നെന്ന് വിചാരിക്കുക, അവർക്ക് എത്ര മാസം കഴിഞ്ഞിട്ടാണ് ഇത് സാറിൻ്റെ കമ്പനി ഹാൻഡ് ഓവർ ചെയ്യുന്നത്? അവർക്ക് വർക്ക് ഫുൾ ഫിനിഷ് ചെയ്യുക. ഇതുവരെ കറണ്ട് കിട്ടിയിട്ടില്ല. ഇപ്പം 3 വർക്ക് തീർന്നിട്ടും കറണ്ട് കിട്ടിയിട്ടില്ല. കറണ്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് മുഴുവൻ തീർന്ന വിതിൻ 1 വീക്ക് സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യും. അതിന് അസോസിയേഷൻ ഉണ്ടാകും. ഓണേഴ്സ് അസോസിയേഷനെ പിന്നീട് മുഴുവൻ പോകുന്നത് അവരാണ് എല്ലാം ഡീൽ ചെയ്യുന്നത്. ഇത് സാറിൻ്റെ ഫാമിലി തന്നെ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. അത് ചില കമ്പനിക്കകത്ത് അത് കാണാറില്ല. അതെന്താണ് വേറിട്ടത്? അത് അങ്ങനെ പ്രത്യേകിച്ച് എടുക്കാനുള്ള കാരണം എന്താ സാറ്? കൺസ്ട്രക്ഷൻ അങ്ങനെ ഏറ്റെടുക്കുന്നതിൻ്റെ കാരണം എന്താ? കൺസ്ട്രക്ഷൻ മുഴുവൻ ഏറ്റെടുക്കുന്ന സബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റിക്കകത്ത് നമുക്ക് കുറച്ച് അഷുറൻസിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ടൈമിൽ തീർക്കുക, മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യണം. ഇത് സ്വന്തമായിട്ട് എൻ്റെ തന്നെ സ്വന്തം വർക്കേഴ്സ് എല്ലാം എൻ്റെ തന്നെ ആകുമ്പോൾ എനിക്ക് എൻ്റെ പ്രോജക്റ്റിന് മാനേജ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റും, ടൈമിൽ മാനേജ് ചെയ്യാൻ പറ്റും. മറ്റവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സമയമനുസരിച്ച് എനിക്ക് തീർത്തിട്ടുള്ളൂ. പിന്നെ അവരോട് വഴക്കടിക്കാനൊക്കെ നിൽക്കണം. ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. സ്വന്തമായ വർക്കേഴ്സിനെ ഉപയോഗിച്ച് വർക്ക് നടത്തുന്നു. അത്യാവശ്യം സമയത്തിന് തീർത്തു കൊടുക്കുക. സാറിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി അതാണ്. സാറിൻ്റെ എല്ലാം സാറിൻ്റെ കൺട്രോളിൽ തന്നെയാണ്, VM ബിൽഡേഴ്സിൻ്റെ കൺട്രോളിൽ തന്നെ നടക്കുന്നത്. പൊതുവേ നമ്മൾ ഇൻറ്റീരിയർ ആരെങ്കിലും പൊതുവെ ഏൽപ്പിക്കാറുണ്ടോ, അതോ അതിനെ സാറ് സെപ്പറേറ്റ് എങ്ങനെ കാണുന്നത്? ഇല്ല, ഇൻറ്റീരിയറും ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന വർക്കേഴ്സ് ഉണ്ടാവും. അതും എല്ലാം കാർപ്പൻറ്ററി എന്ന് പറയുന്ന എൻ്റെ വീട്ടിലൊരു വർക്ക്ഷോപ്പുണ്ട്. അവിടെ കുറച്ച് കാർപ്പൻറ്റേഴ്സ് സ്ഥിരമായിട്ട് ഇരിപ്പുണ്ട്. അവരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ടീം അങ്ങനെ അവരെ കാർപ്പൻറ്റർ വർക്ക് മുഴുവൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്ക് തീരുന്ന സൈറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഇൻറ്റീരിയർ വർക്കിന് കാർപ്പൻറ്റേഴ്സ് ഉണ്ട്. അവരും വർക്ക് തീർന്ന ഉടനെ തന്നെ വന്ന്
കാർപ്പൻ്ററി വർക്കും ചെയ്യുന്നു, പെയിൻറ്റേഴ്സ് എല്ലാം ടൈമിലുള്ള എല്ലാ വർക്കേഴ്സും ഉള്ളതുകൊണ്ട് ഒന്ന് തീരുമ്പോൾ ആ ടൈമിനനുസരിച്ച് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അത് തേർഡ് പേഴ്സണെ ഏൽപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ടൈം കൊണ്ട് നോക്കേണ്ടി വരും. ഇതെല്ലാം നമ്മുടെ സമയത്തിന് നമ്മളെ പണിക്കാർ തന്നെ ആകുമ്പോൾ നമുക്ക് സമയത്തിന് തീർത്ത് പോകാൻ പറ്റും. ഇത്തരം കോമ്പറ്റീഷണൽ ഫീൽഡിൽ സാർ ഇതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്? പിടിച്ചിരിക്കുന്നതിൻ്റെ കുറച്ച് റൈറ്റ് കുറച്ച് കുറവുണ്ട് പൊതുവെ ഞാൻ നോക്കിയിട്ട്. കാരണം എനിക്ക് മാർക്കറ്റിംഗ് ഇല്ല, പരസ്യം കുറവാണ്, പറയത്തേക്ക് പരസ്യങ്ങളില്ല, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എല്ലാം ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് വെച്ചാൽ അതിന് ചിലവുള്ള കാര്യമല്ല, പരസ്പരം ഓരോരുത്തർ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതിലൂടെ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വർക്കേഴ്സ് എല്ലാം എൻ്റെ ആയതുകൊണ്ട് തേർഡ് പേഴ്സൺ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി റൈറ്റും കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റെല്ലാം പോകുന്നുണ്ട്. ഒരു ഫ്ലാറ്റും ഒഴിവായിട്ട് കിടക്കുന്നില്ല. എല്ലാം വർക്ക് തീരുന്നതിന് മുന്നേ വിറ്റ് തീരുന്നുണ്ട്. സാറിൻ്റെ പ്രൊഫഷനിൽ സാറ് പൊതുവെ സംതൃപ്തനാണോ? തീർച്ചയായിട്ടും ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലംസ് കുറേ ഉണ്ടാവും, പക്ഷെ അത് ഹാൻഡിൽ ചെയ്യുക തീർന്നു പോകും. അത് തന്നെ. ഇപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നാട്ടുകാർക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എവിടെയായാലും ഫ്ലാറ്റിൽ നിന്ന് കേട്ടാൽ അവനെ എങ്ങനെ പിഴിയാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റും എന്നൊരു ഫീലിംഗ് നമ്മുടെ ജനങ്ങളിൽ കൂടിയിട്ടുണ്ട് പഴയതിനെ അപേക്ഷിച്ചു. അതുകൊണ്ട് ഇപ്പോൾ പലരും മൾട്ടി സ്റ്റോറി ഫുൾ ആണെങ്കിലും 2 നില അല്ലെങ്കിൽ 3 നില എന്ന് പറഞ്ഞാണ് വർക്ക് തുടങ്ങുന്നത് തന്നെ. പൊതുവെ ഇപ്പോൾ സാർ ഇത്ര നാൾ ഫീൽഡിൽ നിൽക്കുന്ന കോർപ്പറേഷനും ഇവിടുത്തെ പഞ്ചായത്തും ഒക്കെ ഇട്ട് എങ്ങനെയാണ് അവരുടെ സാറിനോടുള്ള പെരുമാറ്റം ഒരു ബിൽഡേഴ്സ് എന്നല്ല? അങ്ങനെ അതിനെക്കുറിച്ച് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്ന് അധികം പോക്ക് വരുന്നില്ല. വല്ല പ്ലാൻ അപ്ലോഡ് ചെയ്യാൻ പോകണം, നമ്പർ ഇടിക്കാൻ വേണ്ടി പോകണം. പക്ഷെ എന്നാലും അവരൊക്കെ നല്ല അപ്രോച്ചാണ്. ആരും അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ആരും ഇല്ല. പിന്നെ 1-2 പേര് എല്ലാ ഫാമിലിയും ഉണ്ടാകുന്ന പോലെ 1-2 പേര് ചിലപ്പോൾ അവരുടെ സ്വാർത്ഥമൊക്കെ എന്തെങ്കിലും പറയും. പിന്നെ എല്ലാവരും പഞ്ചായത്തിലായാലും കോർപ്പറേഷനിലും എല്ലാവരും നല്ല സഹകരണമാണ്. ആരും മുന്നേ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്ന ആരും ഇല്ല. സാറിൻ്റെ വീട്ടിലാരെല്ലാം ഉണ്ട്? എൻ്റെ വീട്ടിൽ ഭാര്യ, 2 കുട്ടികൾ. മൂത്ത മകൻ 7 വയസ്സ്, രണ്ടാമത്തെ ആൾ 2 വയസ്സ്. ഭവൻസിൽ മൂത്ത ആൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. സാറിൻ്റെ ഇനി ലൈഫിൽ അതായത് ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ് എനിക്കൊരു നല്ല കുറച്ച് സ്ഥലത്തിനകത്ത് എല്ലാ ധാരാളം കുറച്ച് വില്ലാസ്, കുറച്ച് ഫ്ലാറ്റുകൾ, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയൊരു പ്രോജക്റ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെറിയൊരു ഒതുങ്ങിയ 2 ഏക്കർ സ്ഥലത്തിനകത്ത് മിനിമം കുറച്ച് ഫ്ലാറ്റുകൾ, കുറച്ച് വില്ലാസ്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഒന്നിനും പുറത്തു പോകാത്തതിലുള്ള ഒരു സംവിധാനം. തൃപ്പൂണിത്തുറ തെറ്റില്ലാന്ന് തോന്നി. കാക്കാണ്ട് താല്പര്യമുണ്ട്. കാക്കാണ്ട് ഇപ്പോൾ സ്മാർട്ട് സിറ്റി വരികയാണെങ്കിൽ ചിലപ്പോൾ മിക്കവാറും കാക്കാണ്ട് തന്നെ. അതിൻ്റെ പ്രദേശമായതുകൊണ്ട് കുറച്ചും കൂടി താല്പര്യമുണ്ട്.